നോക്കൂ, ഒരു സഭയുടെ ആത്മീക കാര്യങ്ങളുടെ നടത്തിപ്പുകൾ, ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ വായിച്ച ആ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമിലാണ് ക്രിസ്തീയ സഭയുടെ ആരംഭം എങ്കിലും ക്രിസ്ത്യാനികൾ എന്ന പേര് ക്രൈസ്തവർക്ക് ലഭ്യമാകുന്നത് അന്ത്യോക്യയിൽ വെച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക താല്പര്യമുള്ള ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അമിതമായ പ്രാധാന്യം നൽകുന്ന ഒരു സഭയായിരുന്നു അതെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ സഭ എന്നുള്ളത് ക്രിസ്തുവിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമായിരുന്നുവെന്ന് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമ സഭയെക്കുറിച്ച് ഇസ്രായേൽ പഴയ നിയമ സഭയാണ്. പുതിയ നിയമസഭ എല്ലാ ആളുകളും ഉൾപ്പെടുന്ന സഭയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 3 കൂട്ടം ആളുകളെ ഉള്ളൂ ഈ ലോകത്തിൽ. ഒരു കൂട്ടം ആളുകൾ അബ്രഹാമിൻ്റെ ജഡപ്രകാരമുള്ള സന്തതികളായിരിക്കുന്ന യഹൂദന്മാർ. രണ്ടാമത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സഭ. അതിൽ യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ ഇങ്ങനെയുള്ള യാതൊരു വ്യത്യാസങ്ങളുമില്ല. ക്രിസ്തു യേശുവിനെ സ്വീകരിപ്പാൻ സ്നാനപ്പെട്ടിരിക്കുന്നവരായ നാം എല്ലാവരും അവനെ കൈക്കൊള്ളുന്ന സ്നാനത്താൽ നാം ഒന്നായി തീർന്നിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട്, അവര് ജാതികളാണ്. ജാതികൾ എന്ന് പറയുന്നത് കൊണ്ട് അവർ ഹൈന്ദവരാണെന്നോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെന്നോ അർത്ഥമില്ല. ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവരായിട്ട് ആരൊക്കെയുണ്ടോ, യഹൂദന്മാരായിട്ടല്ലാത്ത ആരൊക്കെയുണ്ടോ അവരാരാണ്? അവർ ജാതികളാണ്. ഇങ്ങനെ 3 കൂട്ടം ആളുകളാണ് വേദപുസ്തക പ്രകാരം, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ തരംതിരിച്ചാൽ ഈ 3 കൂട്ടം ആളുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സഭ അതെന്തിനു വേണ്ടിയാണ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഒരാൾ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ സ്ഥാപിക്കപ്പെടുകയും യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ തന്നോട് ചേർക്കപ്പെടുകയും ചെയ്യുന്ന കാലം വരെ ഭൂമിയിലായിരിക്കത്തക്കവണ്ണം ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സഭ എന്ന് പറയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചത്? ലോകത്തിലുള്ള സകല സൃഷ്ടികളും ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ആദാമിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ലോകത്തിലെ സകല മനുഷ്യരും. അവരെല്ലാം ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഖയീൻ ദൈവത്തെ ആരാധിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ ആദാമിന്റെ തന്നെ മകനായിരുന്ന ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോഹ ആ തലമുറയിലെ ജനങ്ങൾ മുഴുവൻ പാപഭംഗിലമായ ജീവിതം നയിച്ചപ്പോഴും നോഹ ദൈവത്തിന്റെ കൃപ ലഭിച്ച് അവനെ ആരാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം ഏറ്റവും വഷളത്വമുള്ള ഒരു കാലഘട്ടമാണെങ്കിലും അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. അങ്ങനെ ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചതിനാൽ അവൻ എടുത്തുകൊള്ളപ്പെടുകയും അവൻ കാണാതാവുകയും ചെയ്തു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തൃപ്തിയാകാതെ തനിക്ക് വേണ്ടി താൻ ഒരു ജനത്തെ തെരഞ്ഞെടുത്തു. ആണ് കൽദായ പട്ടണമായ ഊരിൽ അബ്രഹാം പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിതാക്കന്മാർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളായിരുന്നു. അവിടെ നിന്ന് തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും മുഴുവൻ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ അവനെ വിളിച്ച് അവൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ആ വിശ്വാസത്തിന് കൂട്ടവകാശികളായ ആ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അവന്റെ വിശ്വാസയാത്ര തുടർന്നു.
ഇനി അബ്രഹാമിൽ കൂടെ ഒരു ജനതയെ സൃഷ്ടിച്ചെടുത്തത് ദൈവത്തിന് സ്വന്തം ജനം എന്ന് വിളിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദാസൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, ആ കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ യേശു തിരസ്കരിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവൻ വന്നത് എന്തിനു വേണ്ടിയാണ്? യഹൂദന്മാർക്ക് രക്ഷ വിളംബരം ചെയ്യുവാനാണ് യേശു വന്നത്. എന്നാൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് ജാതികളായ നമുക്ക് ഈ കൃപയ്ക്ക് കൂട്ടവകാശികളായി തീരുവാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നു. അങ്ങനെ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന് എഴുന്നള്ളി വസിക്കുവാനും ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുവാനും ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് എന്ന് ദൈവത്തിന് അറിയുന്നതിന് വേണ്ടി അവൻ തെരഞ്ഞെടുത്ത് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടമാണെന്ത്? ദൈവത്തിന്റെ സഭ. ഓർക്കുക, ആ സഭ സത്യത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. എന്നാൽ ദൈവത്തിന്റെ സഭ ഒരു സംഘടനയല്ല. ദൈവത്തിന്റെ സഭ ഒരു ഓർഗനിസമാണ്. അതൊരു ജീവൽ പ്രസ്ഥാനമാണ്. ആ ജീവൽ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജീവനുള്ള ഏത് വസ്തുവും വളർന്നുകൊണ്ടിരിക്കും. അതിന്റെ വളർച്ച, അതിന്റെ ചലനം, നിരവധി കാര്യങ്ങൾ അതിന്റെ ജീവനെ വിളിച്ചറിയിക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുന്ന ഒരു ജീവൽ പ്രസ്ഥാനം ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്പെട്ടവരുടെ കൂട്ടമാണേത്? ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ഓർക്കുക, എത്ര ഗൗരവതരമായ ഒരു സ്ഥാനത്തേക്കാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ദൈവം എഴുന്നള്ളി വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സമാഗമന കൂടാരമായി പുതിയ നിയമസഭയെ കർത്താവ് കാണുന്നെങ്കിൽ ദൈവഹിതം നമ്മിൽ വെളിപ്പെടുവാനിടയാകണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതചര്യ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നുണ്ടാകുവാനിടയാകണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്പകാര്യങ്ങൾ ദൈവസഭ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മാതൃകാ സഭയിൽ നമുക്ക് എന്തൊക്കെ കണ്ടെത്തുവാൻ കഴിയും എന്നുള്ള കാര്യം അല്പസമയം ചിന്തിക്കുവാനാണ് ഞാൻ ഇന്ന് രാവിലെ സമയം താല്പര്യപ്പെടുന്നത്. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്തതനുസരിച്ച് അവരെ വേർതിരിക്കുന്നതിന് വേണ്ടി സഭ എന്താ ചെയ്തതെന്നറിയാമോ? അവര് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഭ സാത്താന്യമായ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും അതിനെ പരാജയപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും വിജയം വരിക്കുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള സർവായുധ വർഗമുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവമക്കളുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഉപവാസവുമാണ്. ഇന്ന് പകൽക്കാലം ഓർക്കുക, ദൈവദാസന്റെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ലഭ്യമായിരിക്കുന്ന ജ്ഞാനം കൊണ്ടോ അല്ല ദൈവത്തിന്റെ സഭ മുമ്പോട്ട് പോകേണ്ടത്. പിന്നെ സഭയുടെ നിലനിൽപ്പ് എവിടെയാണ്? തകർന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയുന്ന ദൈവമക്കളുടെ കണ്ണുനീരിന്റെ മുമ്പിലാണ് എന്റെ കർത്താവ് പ്രവർത്തിക്കുന്നത് എന്നിന്ന് പകൽക്കാലം ഓർക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ TBNൽ പോൾ ക്രൗച്ചിന്റെ ഭാര്യ അതുപോലെ കുറെ ആളുകളെയൊക്കെ വിളിച്ചിരുത്തി വർത്താനമൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചേച്ച് എന്നാൽ കൈകോർത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒത്തിരി പ്രാർത്ഥനയും അതിൻ്റെ വ്യാപാര വ്യവസായങ്ങളൊക്കെ ഈ ലോകത്ത് ഓരോ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിവക്ഷ ആരും അറിയാതെ, ആരെയും കാണിക്കാതെ, ഒരു റെക്കോർഡും എവിടെയും ഇല്ലാതെ ഞാൻ എൻ്റെ സഭ എന്ന ആത്മാർത്ഥമായ താല്പര്യത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങളെ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഹബക്കൂക്ക് നിലവിളിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവമേ എത്ര നാൾ ഞാനിങ്ങനെ വിലപിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിന്റെ ഈ പ്രാർത്ഥന, നിന്റെ ഈ നിലവിളി ഒരു വനരോധനമായി പോകും എന്ന് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്റെ തലമുറയിൽ
ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോവുകയാണ്. ഈ തലമുറയിൽ ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ പോവുകയാണ്. ഓർക്കുക, ദൈവം ഒരു പ്രവൃത്തി ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാന ശില നിന്റെ കണ്ണുനീരാണ്. അതിന്റെ അടിസ്ഥാന ശില നമ്മുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഞാൻ ചിലരെ വെല്ലുവിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുവാൻ വേണ്ടി, നിലവിളിക്കുവാൻ തീരുമാനിക്കുവാൻ വേണ്ടി. അത് സഭയുടെ ചൊവ്വാഴ്ച പ്രാർത്ഥന ആയിരിക്കണമെന്നില്ല, വെള്ളിയാഴ്ച പ്രാർത്ഥന ആയിരിക്കണമെന്നില്ല, ഒഫീഷ്യലായ ഉപവാസ പ്രാർത്ഥന ആയിരിക്കണമെന്നില്ല. ആരും കണ്ടില്ലെങ്കിലും ശരി, ആരും അറിഞ്ഞില്ലെങ്കിലും ശരി, ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യഹോവേ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഓ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുന്ന ഒരു കർത്താവ്, നമ്മുടെ നിലവിളി കണ്ട് മറന്നു പോകാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഹബക്കൂക്കിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തലമുറയിൽ തന്നെ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ എന്റെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ സത്യത്തിൽ ഉപവാസം പുതിയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമല്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ ഉപവസിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾ, നമ്മുടെ ഭൗതികമായ ഇച്ഛകൾ, നമ്മുടെ അച്ചടിച്ച ക്രമീകരണങ്ങൾ എല്ലാം മാറ്റിവെച്ച് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുക. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ സമീപത്ത് അടുത്ത് വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാൻ, നമ്മുടെ സങ്കടങ്ങൾ അറിയിപ്പാൻ, ദൈവം നമ്മെ കടന്നു പോകാതെ കേൾക്കുവാനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് ദൈവസന്നിധിയിൽ നമ്മൾ അങ്ങനെ നിലവിളിക്കുക എന്നുള്ളത്. ഒന്ന് വായിച്ച ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം, അതിന്റെ 7-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നോക്കൂ, ഇവിടെ ജനങ്ങൾ ശമൂവേൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവര് മിസ്പയിൽ ഒരുമിച്ച് കൂടി ഒരു ദിവസം അവർ ഉപവസിച്ചു. എന്താ കാര്യമെന്നറിയാമോ? വേദനാജനകമായ ഒരു ചരിത്രം അതിന്റെ പിൻപിലുണ്ട്. ഫെലിസ്ത്യർ പിടിച്ചെടുത്ത യഹോവയുടെ നിയമപ്പെട്ടകം അവരെ കറവുള്ള 2 പശുക്കളുടെ മേൽ കെട്ടി എവിടെ കൊണ്ടുവരുവാനിടയായി? പോകുന്നിടത്തോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് വിടുവാനിടയായി തീർന്നു. കിര്യത്ത് യയാരീം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ അത് പ്രശ്നമായി തീർന്നു. ഈ പെട്ടകം എവിടെ കയറ്റി വെച്ചു? അബീനാദാബിന്റെ ഭവനത്തിൽ കയറ്റി വെക്കുവാനിടയായി തീർന്നു. ഇത് അബീനാദാബിന്റെ ഭവനത്തിൽ ഇരിക്കുവാനുള്ള സാധനമല്ല, ഇത് അവിടേക്ക് കൊണ്ടുവരുവാനുള്ള സാധനമല്ല, ഇത് കാളവണ്ടിയേലും പശുവിന്റെ വണ്ടിയേലും ഒന്നും ചുമക്കേണ്ട കാര്യമല്ല. ഓർക്കുക, നമ്മൾ പഴയ നിയമം, ഞാൻ നിങ്ങളെ ആ ഭാഗം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച പഠിപ്പിക്കാം. യഹോവയുടെ പെട്ടകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ നിദാനമാണ്. അതിനകത്ത് വെച്ചിരിക്കുന്ന വസ്തുക്കളും അതുണ്ടാക്കിയിരിക്കുന്ന അക്കേഷ്യ വൃക്ഷവും എല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ ജീവിതത്തെ കാണിക്കുന്നതാണ്. കർത്താവ് ഇപ്പോൾ എവിടെയാ? ലവോദിക്ക സഭയുടെ കാര്യം പറഞ്ഞതുപോലെ കർത്താവ് ഇപ്പോൾ ഹൃദയത്തിലല്ല, സൗകര്യപ്രദമായിട്ട് നമ്മളിത് കാളവണ്ടിയിൽ കയറ്റി വെച്ചിരിക്കുക. സൗകര്യമുള്ളപ്പോ ഇതിനെ അടിച്ചങ്ങ് കൊണ്ടുപോയച്ചാൽ മതി. ഏത് കാര്യമാ? ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. യെരൂശലേമേ, നിന്നെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാ എന്റെ വലങ്കൈ എന്നെ മറന്നു പോകട്ടെ, എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച ആളുകൾ ഇപ്പോൾ ഈ വലിയ പെട്ടകത്തെ എവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്? കാളവണ്ടിയുടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് പോൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഇതിനെ മുഖ്യ സന്തോഷമായി നീ വിചാരിക്കുന്നില്ലെങ്കിൽ നീ ദൈവസന്നിധിയിൽ ഉപവസിച്ച് നിലവിളിക്കുവാനുള്ള സമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് വന്നെത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകുവാൻ ഇടയാകരുത്. ഇത് അബീനാദാബിന്റെ ഭവനത്തിൽ ഇരിക്കുവാനുള്ളതല്ല, ഇത് ഓബേദേദോമിന്റെ ഭവനത്തിൽ ഇരിക്കുവാനുള്ളതല്ല, ഇത് ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇരിക്കുവാനുള്ളതല്ല, ഇത് ലോകത്തൊരിടത്തും ഇരിക്കുവാനുള്ളതല്ല. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലേവി അവന്റെ തോളിൽ ചുമന്നുകൊണ്ട് പോകുവാനുള്ളതാണ്. ദൈവത്തിന്റെ പൈതലെ, ആരാധന നിന്റെ ഏറ്റവും വലിയ വിഷയമാണ്. ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ മുഖ്യധാരയാണ്. അത് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് നീ കയ്യും കെട്ടി ഇരിക്കുവാനല്ല,
നിന്നെ കാണേണ്ട സ്ഥാനത്ത് നീ കാണണം, നീ പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് നീ പ്രാർത്ഥിക്കണം, നീ ഉപവസിക്കേണ്ട സ്ഥാനത്ത് നീ ഉപവസിക്കണം, നിന്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥന വെക്കണം, നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്നാൽ അത് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഓർത്തോണം, അത്യുന്നതന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരമാണ്. നമുക്ക് മാറ്റിവെക്കുവാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ഓർത്തോണം. ഇതാ മിസ്പയിൽ അവർ ശമൂവേൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി അവിടെ വെള്ളം കോരി ഒഴിച്ച് ദൈവസന്നിധിയിൽ തങ്ങൾ ഏതുമില്ല എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അവർ കരയുകയാണ്. പെട്ടകത്തെ കുറിച്ചുള്ള അവരുടെ ആ വേദനാജനകമായ ആ സമീപനം നോക്കൂ. ദാവീദ് തന്നെ പെട്ടകം കൊണ്ടുവന്നിട്ട് പറയുന്നത്, ഓ ശൗലിന്റെ കാലത്ത് നമ്മൾ അതിനെ ഗണ്യമാക്കിയില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. ഗണ്യമാക്കാതെ അവഗണിച്ച് കളയുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആത്മീയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഒത്താൽ ചെയ്യാനൊക്കുന്ന ഒരു കാര്യമായി നമ്മൾ ദൈവവേലയെ കാണുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഈ പറഞ്ഞ അന്ത്യോക്യയിലെ സഭയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യത്തിന് പ്രാർത്ഥനയാണ് അവർക്ക് പിന്തുണ. അത് ശുശ്രൂഷകന്മാരെ പറഞ്ഞയക്കുന്ന കാര്യമാകട്ടെ, ഏത് ആത്മീക കാര്യങ്ങളുമാകട്ടെ, മാനുഷികമായ ജ്ഞാനത്തിൽ ഊന്നിയല്ല അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അതിന് തീരുമാനിക്കുന്ന ചിലരെ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് നോക്കുകയാണ്. ഹല്ലേലൂയ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എന്റെ കർത്താവ് ചിലരെ നോക്കുകയാണ്. വേദനയോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ചിലരെ നോക്കുകയാണ്. നാം ഒരു മാതൃകാ സഭയായിരിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു മാതൃകാ സഭ ഉപവാസമുള്ള സഭയാണ്. ഒരു മാതൃകാ സഭ പ്രാർത്ഥനയുള്ള സഭയാണ് എന്ന് വായിച്ച പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം ഒന്ന് വായിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. നോക്കൂ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വസിക്കാത്ത ഒരു ജീവിതവും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സഭയും പെന്തിക്കോസ്ത് സഭയല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരിപ്പിടമാണ് നമ്മുടെ ഹൃദയം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യഗണങ്ങൾ ആദ്യമായി ചെയ്ത കാര്യം, അവരെ കർത്താവ് അവരോട് പറഞ്ഞ വാഗ്ദത്തത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആത്മാവിൽ ഉരുവായ വ്യക്തിയാണ്. എന്നാൽ അവൻ ആത്മാവിന്റെ ഇരട്ടി ശക്തിയോടെ ഗലീലയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവിന് തന്റെ പ്രവൃത്തി ചെയ്യുവാൻ ആത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ, കർത്താവിന് തന്റെ പ്രവൃത്തി ചെയ്യുവാൻ പ്രാർത്ഥന അത്യന്താപേക്ഷിതമായിരുന്നെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും ഇതിന്റെ ശക്തി എത്രയധികം ആവശ്യമാണ്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ സന്ദർശിച്ച് എഫെസോസിലെത്തി. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പൗലോസ് അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് നിങ്ങൾ സ്നാനമേറ്റതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കേട്ടേനെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോ ഒരുപക്ഷെ കേട്ടവർ മാത്രമായിരിക്കുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആത്മനിറവുണ്ടെങ്കിൽ മാത്രമേ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. വ്യർത്ഥമായി സമയം ചെലവഴിക്കുന്നവരാകുവാനല്ല,
ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ ആവർത്തിക്കുന്നവരായി തീരുവാനല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ കർത്താവിനെ ആരാധിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ആത്മനിറവ്? എന്തിനു വേണ്ടിയാണ് ആത്മനിറവ്? ഏറ്റവും വലിയ കാര്യം ഇതാണ്, സുവിശേഷീകരണത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. നമ്മൾ ആരോടാ സുവിശേഷം പറയുന്നത്? നമുക്കറിയത്തില്ല. നമ്മൾ ഇറങ്ങി പോകുന്നത് എന്താണ്? നമ്മുടെ ലക്ഷ്യം നമ്മൾ സുവിശേഷം അറിയിക്കുന്ന സഭയായിരിക്കണം. ഒന്ന് വായിച്ച പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോട് വചനം സംസാരിക്കാതെ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം സഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, സഭ ഓർഗനൈസേഷൻ അല്ല. ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഭ മർത്തോമാ സഭയാ. ഒന്നാന്തരം വിദ്യാഭ്യാസമുള്ള തിരുമേനി. ദൈവം നമ്മെ വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വലിയ റിസോഴ്സസ് നൽകി തന്നിട്ടുണ്ട്. നമ്മുടെ സഭയിൽ ചെറുപ്പക്കാരായ ആളുകളുണ്ട്. എന്നും കൊന്നും വന്ന നമ്മൾ ചെയ്ത ആചാരങ്ങൾ ആവർത്തിച്ചു പോകുന്നവരാകുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മൾ ഉയർന്നെഴുന്നേൽക്കുവാൻ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആര്? നമ്മെ ദൈവം വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയുള്ള ഒരു സഭയായി നിൽക്കണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ പൗലോസിനെ പോലെ ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും, ഞാൻ ജ്ഞാനികൾക്കും വിവേചികൾക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സുവിശേഷം നിമിത്തം കടക്കാരനാകുന്നു. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ സഭയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്കെല്ലാം മെച്ചമായിരിക്കുന്നു, എനിക്കെല്ലാം സൗകര്യമായിരിക്കുന്നു, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷനാണ് ഞാൻ എന്ന് പറഞ്ഞ് സംതൃപ്തിപ്പെട്ടു പോകുവാനല്ല. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിൽ പാർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ കണ്ട് ദൈവസന്നിധിയിൽ വീണ് ഉണർത്തപ്പെടുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 8-ാം അധ്യായം 1-ാം വാക്യം. കാര്യം പറഞ്ഞാലോ? സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയിൽ മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു എന്ന് പറഞ്ഞാൽ മക്കദോന്യ സഭയിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? അവര് ദൈവത്തിന് കൊടുക്കുന്നവരായിരുന്നു. മക്കദോന്യ സഭകൾക്ക് ലഭിച്ച എന്ത്? ദൈവകൃപ. ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? കൃപയാണ്. ചിലർ വിചാരം കൃപ കിട്ടിയാൽ, കൃപ ലഭിച്ചാൽ പിന്നെ ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട, ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ബാങ്കിലോട്ട് കൊണ്ടുപോയി ഇട്ടാ മതി. പിന്നെ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്താണത്? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ മഹാസന്തോഷവും ഔദാര്യ ദാനവും നിമിത്തം. ആരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്? തൊണ്ടയുടെ ചിലരെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം തീരെ അങ്ങ് കണ്ണടച്ചിരിക്കുക എന്ന് വിചാരിച്ചാൽ വിടുമെന്നും വിചാരിക്കണ്ട. 12:45 ഇന്ന് ഇവിടത്തും. ദൈവത്തിന് വേണ്ടി കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? എങ്ങനെയാ ദൈവത്തിന് കൊടുക്കേണ്ടതെന്ന് വായിച്ച 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിച്ചു. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മ
ശേഖരത്തിന്റെ കാര്യമോ? ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചത്. അപ്പൊ ഞാൻ ഗലാത്യ സഭകളോട് ഒരു ദാസനാന്നൊക്കെ പറഞ്ഞ പുള്ളി ഇപ്പൊ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാം? ആജ്ഞാപിക്കുന്നെന്നാ. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ വിവരം അറിയുന്ന അതിന്റെ അർത്ഥം. ഗലാത്യ സഭകളോട് പറഞ്ഞ അതേ കാര്യം IPC ഹെബ്രോൻ ലോസ് ആഞ്ചലസിനോട് പൗലോസ് പരിശുദ്ധാത്മാവിൽ ആജ്ഞാപിക്കുന്നു. എന്താ അത്? ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതെ. ഞാൻ വന്ന ശേഷം, ഞാൻ വരുന്ന എന്നെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഏർപ്പാടല്ലാതെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് 3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒന്ന്, സിസ്റ്റമാറ്റിക്കലി. ഓരോ ആഴ്ചയും നിനക്ക് ലഭ്യമായ ഭൗതിക നന്മയിൽ നിന്ന് ദൈവത്തിന് അവകാശപ്പെട്ടത് കൊണ്ടുവരണം. നിങ്ങളിൽ ഓരോ ആഴ്ചയും നിങ്ങളിൽ ഓരോരുത്തൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഏണിംഗ് മെമ്പേഴ്സ് ആയിട്ടുണ്ടോ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അതാത് ആഴ്ചയിൽ എങ്ങനെയാ? തനിക്ക് കഴിവുള്ളതുപോലെ പ്രൊപ്പോർഷനേറ്റ്ലി. സഭയിൽ ഒരു പിരിവിട്ടു, അന്നേരം 3 വീടുള്ള $30 പറഞ്ഞു, വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവന് $29 പറഞ്ഞു. അങ്ങനല്ല ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടത്. എങ്ങനെയാ കൊടുക്കേണ്ടത്? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റമാറ്റിക്കലി, പ്രൊപ്പോർഷനേറ്റ്ലി, ആൻഡ് ദെൻ ഇൻഡിവിജ്വലി. ഓരോരുത്തനും നിനക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിനനുസരിച്ച് അതാത് ആഴ്ചയിൽ, ചിലർ ആണ്ടിന്റെ അവസാനം മുടിഞ്ഞു പോട്ടെന്ന് പറഞ്ഞൊരു ചെക്ക് കൊടുക്കും. എന്നോട് ആരും പിണങ്ങത്തില്ല. എന്നോട് പിണങ്ങിട്ട് എന്നാ സാധിക്കാൻ? എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരാളുണ്ട്. നിങ്ങൾ എന്നോട് പിണങ്ങത്തില്ലെന്ന് എനിക്കറിയാം. നോക്കൂ, ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത്. ദൈവസഭയ്ക്ക് കൊടുക്കുന്നതിന് പുതിയ നിയമത്തിൽ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. ചില പറയുന്നത് ദശാംശം കൊടുക്കണമെന്ന് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലെന്നാ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവാ പറഞ്ഞ അങ്ങനെ അത് ചെയ്യുവീനെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് പോകട്ടെ, ദശാംശം ഇന്ന് പകൽക്കാലം എൻ്റെ വിഷയമല്ല, അത് കൂടുതൽ കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ മാസിഡോണിയയിലെ സഭയിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താ? കഷ്ടതയുടെ വീടെല്ലാം പേ ഓഫ് ചെയ്തു, കാറെല്ലാം പേ ഓഫ് ചെയ്തു, പിള്ളേരെല്ലാം ഒരു പരുവത്തിലായപ്പം എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും ഔദാര്യം കാണിക്കുവാനുള്ള അവരുടെ മഹാസന്തോഷം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ മനസ്സോടെ കൊടുക്കും. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ സന്തോഷ ചിത്തരായി അത് കൊടുക്കണം. ഹല്ലേലൂയ. അതാണ് 2 കൊരിന്ത്യർ 8:2 നമ്മൾ വായിക്കുന്നത്. 3 കാര്യങ്ങളോ 2 കൊരിന്ത്യർ 9:7 എന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 9:7. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ. പിന്നെ ചിലർക്കൊരു വിചാരമുണ്ട് അവൻ കൊടുക്കട്ടെന്ന്. അവന്റെ അല്ലയോ കുറയുന്നത്. അങ്ങനല്ല, അവനവൻ എന്റെ ഹൃദയത്തിൽ തോന്നണം ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കണം എന്ന്. അത് എന്റെ കാര്യമാണ്, ഞാൻ ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ്. ഒരു കാര്യം ഓർത്തോണം, നീ എവിടൊക്കെ ആയിരുന്നാലും നിന്നെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ഏത് വലിയ ജോലി ആയാലും, ഏത് ചെറിയ ജോലി ആയാലും, ഏതൊക്കെ രീതിയിൽ ഏത് സാഹചര്യത്തിലായാലും അത് ചെയ്യാനുള്ള കൃപ കൽപ്പിക്കുന്നത് ദൈവമാണെന്ന് ഓർത്തോണം. അത് വിസ്മരിച്ചാരും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരും. എനിക്ക് കൊണ്ട് തരണമെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് ആരുടെയും പൈസ ആവശ്യമില്ല. എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന കാര്യമാണ് ഇന്ന് രാവിലത്തെ പ്രതിപാദ്യ വിഷയം. ഒരു നല്ല സഭ ഒരു കഷ്ടതയുടെ കഠിന ശോധനയിൽ കടന്നു പോകുമ്പോഴും, ആദ്യം നമ്മൾ വായിച്ച മാസിഡോണിയയിലെ സഭകളെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം എന്നാണ്. നമ്മൾ കാശൊക്കെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കെട്ടിടം പണിയുന്ന കാര്യം മാത്രമേ നമ്മുടെ ചിന്താ വിഷയത്തിലുള്ളൂ. നല്ല കാര്യം, അത് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ലോസ് ആഞ്ചലസ് പട്ടണത്തിൽ ഈ സഭയ്ക്ക് ഒരു കെട്ടിടം ആവശ്യമാണ്, ആരാധനയ്ക്ക് ഒരു സ്ഥലം ആവശ്യമാണ്. അത് അത്യന്താപേക്ഷിതമാണ്. വേദപുസ്തകം പറഞ്ഞ കെട്ടിടത്തിന് വിരിക്കാനല്ല, കെട്ടിടത്തിന് വിരിക്കണം, ഇതെല്ലാം വേറെയാ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യം പൗലോസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. പൗലോസ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു. യാത്ര ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ യാത്രയും പൗലോസിന്റെ യാത്രയുമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ആളുകൾ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ തോട്ടം വാങ്ങിച്ചിടുക. അപ്പോൾ അതിനല്ല പൗലോസ് യാത്ര ചെയ്ത്. പൗലോസ് ഒരിടത്ത് വരുമ്പോൾ അറിയാം അവിടെ കഷ്ടതയാണെന്ന്. ഇപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള ഒരിടത്ത് വരുമ്പോൾ പറയും ഇവിടെ കഷ്ടതയായിരുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും പിരിച്ച് വിശ്വസിക്കാവുന്ന ആളുകളുടെ 2 പേരെ കൊടുത്താൽ പുള്ളി വിടുന്നത്. കാരണം ഒരിക്കലും ഒരുത്തരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് നടക്കുന്നവൻ സ്വാർത്ഥം അന്വേഷിക്കുന്നു എന്നല്ലേ, അവരതുകൊണ്ട് മുങ്ങിയെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് 2 പേരെ ചേർത്ത് ഇത് കൊണ്ട് കൊടുത്ത് അവിടെ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തും. ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്.
നോക്കൂ, നീ ദൈവത്തിന് വേണ്ടി കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. ആ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നവനല്ല, കടം കൊടുക്കുന്നവൻ ദൈവത്തിന് ഔദാര്യം കൊടുക്കും, ദൈവത്തിന് കടം കൊടുക്കുന്നവൻ. ഓർക്കുക, നമ്മൾ അതിനായി വിളിക്കപ്പെട്ടവരാണ്. ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ വിളിക്കപ്പെട്ടവർ. ഇപ്പൊ ദൈവത്തിന്റെ സഭ വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അവിടെ എന്തുണ്ട്? അവിടെ ഉപവാസമുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ ആത്മനിറവിന്റെ അനുഭവമുണ്ട്, അവിടെ സുവിശേഷീകരണത്തിലുള്ള പ്രേരണയുണ്ട്, അവിടെ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊടുക്കുവാനുള്ള മനസ്സുണ്ട്. അതിനേക്കാൾ ഉപരി എല്ലാം എന്തുണ്ട്? ഔദാര്യദാനങ്ങൾ. മാത്രമല്ല, ഈ സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള ഒരു ആത്മാവ് അവിടെ വ്യാപരിക്കുന്നു. സൽപ്രവർത്തികൾ. തബീഥ എന്നു പേരുള്ള പെൺകുട്ടിയെ കുറിച്ച് അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞത്, അയ്യോ, അവൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സൽപ്രവർത്തികൾ, അവൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ പറയട്ടെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നെഹെമ്യാവിനെ പോലെ, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് ഓർക്കേണമേ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഒരു ജീവൽ സഭയുടെ ഏറ്റവും വലിയ മുഖമുദ്ര കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന സഭയായിരിക്കും. ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാതെ, ലോകത്ത് ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു ദിവസം പോലും ഉപവസിച്ചിട്ടില്ല, ഒരു മിനിറ്റ് പോലും പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു രോഗിയെ പോലും പോയി കണ്ടിട്ടില്ല, ചാകാൻ കിടക്കുന്ന ഒരുത്തരോടും സുവിശേഷവും പറഞ്ഞിട്ടില്ല, എന്നിട്ട് കർത്താവിനെ കാത്തിരിക്കണമെന്നല്ല, കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരായി. നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലത്തിലാണ്. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുന്നു. ചിലർ നനയ്ക്കുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. ചിലർ കൂടെ ഈ കൃപയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ അവൻ മനഃപൂർവ്വമായി താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവമക്കളെ, ഇന്ന് പോൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വരെ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇൻ്റർനെറ്റിലൊക്കെ കിട്ടുന്ന എല്ലാ വാർത്തകളും നമുക്ക് വിശ്വസനീയമാണോ എന്ന് എനിക്കറിയത്തില്ല. ഈയിടെ ആരോ എനിക്കൊരു വാർത്ത ഫോർവേഡ് ചെയ്യുവാനിടയായി തീർന്നത് ന്യൂയോർക്കിലുള്ള ടൗൺ സ്ക്വയർ ചർച്ചിൻ്റെ പാസ്റ്റർ പറഞ്ഞതാണ്. സെപ്റ്റംബർ 11 മുമ്പ് അതുപോലെയുള്ള ഒരു വലിയ ട്രാജഡിയെക്കുറിച്ച് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിരുന്നതായി കേട്ടു. അതിനുശേഷം താൻ പറയുകയാണ്, ആർക്കും വിവരിക്കാൻ വയ്യാത്ത വലിയൊരു അനർത്ഥം ഈ രാജ്യത്തെ എത്രയും പെട്ടെന്ന് നേരിടുവാൻ പോകുന്നു, ഒരുക്കമുള്ളവരായി ഇരിപ്പീൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടായി ലോകത്തെ അറിയിച്ചിരിക്കുന്നതായി എനിക്ക് വായിക്കുവാനിടയായിട്ടുണ്ട്. എത്രത്തോളം അതിൻ്റെ അകത്ത് സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ടൗൺ സ്ക്വയറിലെ പാസ്റ്റർക്ക് വെളിപ്പെട്ടാലും വെളിപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. നമ്മളിങ്ങനെ നിർവിചാരികളായിരിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വലിയൊരു പ്രവൃത്തി നമുക്ക് ചെയ്തെടുക്കുവാൻ വലിയൊരു ഉത്തരവാദിത്വം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സ്ഥിരബുദ്ധിയുള്ളവരായിരിക്കാനും ദൈവപ്രവൃത്തിയിൽ പങ്കാളികളാകുവാനുമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പോൽക്കാലം നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റുകൾ കണ്ടുണരുവാനുള്ള ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം തീരട്ടെ. ഹല്ലേലൂയ. നമ്മെ തന്നെ കാണുവാനുള്ള ഒരു പകൽക്കാലമായി തീരട്ടെ. പ്രാർത്ഥിക്കുവാൻ എൻ്റെ കർത്താവ് ആളുകളെ അന്വേഷിക്കുന്നു. ഉപവസിക്കുവാൻ എൻ്റെ കർത്താവ് ആളുകളെ അന്വേഷിക്കുന്നു. സുവിശേഷീകരണത്തിന് വേർതിരിക്കപ്പെടുവാൻ എൻ്റെ കർത്താവ് ആളുകളെ അന്വേഷിക്കുന്നു. വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി, സൽപ്രവർത്തികൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ആളുകളെ അന്വേഷിക്കുന്നു. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ മനസ്സുള്ളവരെ ഉണർത്തുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും ഒരുപോലെ അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരാകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. കുഞ്ഞു പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ.